ഹായ് ഫ്രണ്ട്സ്, ബാസ് ടെക്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു ലാപ്ടോപ്പാണ്. ഇതാണ് നമ്മുടെ സംഭവം. ഇതെന്തായാലും നമുക്കൊന്ന് കീഴ് പൊളിച്ച് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, അവിറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ലാപ്ടോപ്പാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. i5 10th ജനറേഷൻ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഇവർ മിക്ക ലാപ്ടോപ്പ് ഇവർ പുറത്തിറക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഈ പെട്ടിയിൽ നിന്ന് നമ്മുടെ ലാപ്ടോപ്പ് പുറത്തേക്ക് എടുത്തു. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അവിറ്റാന്ന് നല്ല സിൽവർ കളറിൽ കമ്പനിയുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര സ്ലിമ്മായിട്ടത് കണ്ട, നല്ല സ്ലിമ്മാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ വിൻഡോസ് 10ൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ട, വിൻഡോസ് 10ൻ്റെ സ്റ്റാമ്പ് ഈ ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB പോർട്ട് ഉണ്ട്, ഓഡിയോ ഔട്ട് ഉണ്ട്, പിന്നെ മൈക്രോ മെമ്മറി കാർഡ് ഇടാനുള്ള പോർട്ടും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പിൻ്റെ ഇടത്തെ ഭാഗത്ത്. ഇനി വലത്തെ ഭാഗത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇവിടെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്, മൈക്രോ HDMI പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു പ്രൊജക്ഷൻ കണ്ട, ഈ പ്രൊജക്ഷനാണ് ഇതിൻ്റെ ക്യാമറ. ഭയങ്കര കുഞ്ഞ ക്യാമറ കേട്ടോ, നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചെറിയൊരു ക്യാമറയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതിൻ്റെ സ്ക്രീനാണെങ്കിലും ഏകദേശം ഇതിൻ്റെ ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. നല്ല ഷാർപ്പ് എഡ്ജാണ്. ഭയങ്കര സ്ലിമ്മാട്ടാ കണ്ട, ഭയങ്കര സ്ലിം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ലിമ്മാണ്. ഇതിൻ്റെ മൗസ് പാഡിൻ്റെ ഭാഗം കണ്ട, സാധാരണ ലാപ്ടോപ്പിലൊക്കെ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഇത് കണ്ട, നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ ഈ പാഡിൻ്റെ ഈ ഭാഗം. സാധാരണത്തിനേക്കാളും ഒരു ഇരട്ടി ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തിന്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറുത്ത ഭാഗം കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ പവർ ബട്ടൺ ഓണാക്കി പിടിക്കുന്നില്ല. പിന്നെ ഇവിടെ i5 10th ജനറേഷൻ്റെ സ്റ്റാമ്പും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓണാവണില്ലല്ലോ, ഇത് ചാർജില്ലേ തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് ചാർജ് ചെയ്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജിനിട്ട് അതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലാപ്ടോപ്പ് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ചാർജ് ചെയ്തു. ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ ഓണാക്കിയതാണ് നേരത്തെ കോൺഫിഗറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതിൽ കീബോർഡിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിറ്റാണ് കമ്പനിയുടെ പേര് തെളിഞ്ഞ് വരുന്നുണ്ട്. ലോഡിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ കോൺഫിഗറേഷൻ ചെയ്തു. ചേട്ടൻ്റെ പേരാണ് അപ്പോൾ കൊടുത്തേക്കുന്നത്, ചേട്ടൻ്റെയാണ്. ഇതിൻ്റെ റാം എന്ന് പറയുകയാണെങ്കിൽ 8 GB റാമാണ് വരുന്നത്. പിന്നെ ഹാർഡ് ഡിസ്ക് SSD ടൈപ്പാണ്. 256 GB ഹാർഡ് ഡിസ്ക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഭാരം വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ 1250 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ടല്ലോ, അത് 78% ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ ഭയങ്കര കുഞ്ഞിതാണ്, നല്ല ഡിസൈനൊക്കെയാണ്. പക്ഷേ ആകെ 1 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി കുറവ് നമുക്കത് ഉപയോഗിക്കുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ CD ഡ്രൈവ് ഇല്ല. നമ്മളിപ്പോൾ അധികം CD ഒന്നും ആരും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അത്ര വലിയ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ ഫുൾ HD LED ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ്, സൗണ്ട് നല്ലതാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 52,990 അപ്പോൾ ദീപാവലിയുടെ ഒരു ഓഫർ പ്രമാണിച്ചിട്ട് 34,990 നമുക്ക് സംഭവം കിട്ടി. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ആമസോണും ഫ്ലിപ്കാർട്ടിലും ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടാണ് കുറച്ച് വില കുറവ്. ഞാൻ രണ്ടിൻ്റെയും വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ ആയിട്ട് തോന്നണം വെച്ചാൽ അത് വാങ്ങിക്കായിരിക്കും നന്നായിരിക്കുക. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുകയാണെങ്കിൽ എനിക്ക് അറിയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.